ഒരു സിം കാർഡ് എടുക്കണമെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാണ്. മുൻപൊക്കെ സിം കാർഡ് എടുക്കുമ്പോൾ ആധാർ കാർഡ് കൊടുത്താൽ മാത്രം മതി, ഫിംഗർ പ്രിന്റ് സെൻസർ അങ്ങനെയുള്ള യാതൊന്നും തന്നെ ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഫിംഗർ പ്രിന്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സിം കാർഡ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ സെക്യൂർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ ഈ പറഞ്ഞ പഴയ കാലങ്ങളിൽ സിം എടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പലരും നമ്മുടെ ആധാർ കാർഡിനെ ദുരുപയോഗം ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ ആധാർ കാർഡിനെ ദുരുപയോഗം ചെയ്ത് ഏതെങ്കിലും രീതിയിലുള്ള സിം കാർഡുകൾ എടുത്തിട്ടുണ്ടോ എന്ന്, അതല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സിം കാർഡുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അഥവാ നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ ഉപയോഗിച്ച് എത്ര സിം കാർഡ് എടുത്തിട്ടുണ്ട്, അത് ആരെടുത്തിരിക്കുന്നു എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇങ്ങനെ സിം കാർഡ് എടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു സൈറ്റിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കാം. സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം അഥവാ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സൈറ്റിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ദ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു സൈറ്റിലേക്കായിരിക്കും എത്തുക. ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ, അധികം താഴെയല്ല, ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഇവിടെയായി 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ ആഡ് ചെയ്യാനുള്ള ഒരു ബോക്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് നിങ്ങളുടെ നമ്പർ ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ബോക്സിൽ കാണുന്ന ആ ഒരു ലെറ്ററുകൾ താഴെയുള്ള എൻ്റർ ക്യാപ്ച എന്നുള്ള ഈ ഭാഗത്ത് തെറ്റാതെ അതിലേത് രീതിയിലാണോ കാണുന്നത് അതേ രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ക്യാപ്ച എന്നുള്ള ഈ ബട്ടൺ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ സക്സസ് എന്നുള്ള ഓപ്ഷൻ വരികയും OTP സെൻഡ് എന്നുള്ള നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. അത് ഈ OTP എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഈ ബട്ടൺ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇതുപോലുള്ള ഓപ്ഷൻ ആയിരിക്കും കാണുന്നത്. അഥവാ നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്റ്റേർഡ് ഇൻ യുവർ 1 എന്നിവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അഥവാ എൻ്റെ ഈ ഒരു ആധാർ കാർഡിൽ ഒറ്റ മൊബൈൽ നമ്പർ മാത്രമാണ് രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. ഇനി കൂടുതൽ നമ്പർ ഉണ്ട് എങ്കിൽ ഇവിടെ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് ഇവിടെ കൃത്യമായി കാണിക്കും. അതുപോലെ ഈ ഭാഗത്തായിട്ട് ആ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാനുള്ളതോ അതല്ലെങ്കിൽ അതിൻ്റെതായ ആക്ഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതേ രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് എത്ര നമ്പർ എടുത്തിട്ടുണ്ട് എന്നും അതിനെ നിങ്ങളുടേതല്ല എന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്യാനും മറ്റുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആണ്. കഴിവിൻ്റെ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക.